ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ കുഞ്ഞൊരു ഹെയർ ടിപ്പാണ് കേട്ടോ. ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടുള്ളതാണ്, എന്നാലും ഞാൻ ഒന്നും കൂടെ അത് കണ്ടൊന്നും കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ച ഉലുവയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് അരിച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ കുറേ നാളായിട്ട് ഹെയർ കെയർ ഒന്നും ചെയ്യുന്നില്ലാത്തതുകൊണ്ട് തന്നെ മുടി അത്യാവശ്യം നന്നായിട്ട് എൻ്റെ പൊഴിയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പും മുടി നന്നായിട്ട് കെട്ടൊക്കെ കളഞ്ഞ് നന്നായിട്ട് ചീവിയിട്ട് വേണം കേട്ടോ നമ്മൾ അപ്ലൈ ചെയ്യാനത്. എൻ്റെ മുടി നേരത്തെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് പോയിട്ടുണ്ട് കേട്ടോ, നല്ല പൊഴിഞ്ഞിട്ടുണ്ട്. ഞാനപ്പോൾ എണ്ണയൊക്കെ തൂത്ത് അത് വൃത്തിയാക്കിയിട്ടാണ് ഞാൻ തേക്കാറുള്ളത്. ഇപ്പോൾ തേച്ച് കൊടുക്കേണ്ട എനിക്ക് മുടി ഊർന്ന് തന്നെ വരുന്നുണ്ട് ചെയ്യുമ്പോഴത്തേക്കും. അപ്പോൾ ഞാൻ നന്നായിട്ട് മുടിയിലും സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് തേക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അത് കണ്ടിന്യൂസ് യൂസ് ചെയ്താലാട്ടോ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ. ഒറ്റ ദിവസം കൊണ്ടൊന്നും നമുക്ക് മുടിയൊന്നും വളർത്തിയെടുക്കാൻ പറ്റത്തില്ല. ഒറ്റ ദിവസം കൊണ്ട് ഒരാഴ്ച കൊണ്ടൊന്നും നമുക്ക് പറ്റത്തില്ല. ചിലപ്പോൾ ഒരു മാസം കൊണ്ടായിരിക്കും നമ്മുടെ മുടി വളരുന്നത്. അതിനനുസരിച്ച് നമ്മൾ കഴിക്കുന്ന ഫുഡിലും ഉണ്ട് കേട്ടോ. നമ്മൾ നന്നായിട്ട് നല്ല ഹെൽത്തി ഫുഡ് കഴിക്കുമ്പം അതിനനുസരിച്ച് നമ്മുടെ മുടിയുടെ വളർച്ചയും ഉണ്ടാകും. അപ്പോൾ നന്നായിട്ട് മുടി വളരണം എന്നുള്ളവർ നന്നായിട്ട് ഫുഡ് കഴിക്കുക, ധാരാളം വെള്ളം കുടിക്കുക. അപ്പോൾ ഞാനത് നന്നായിട്ട് തേക്കുന്നുണ്ട്. തേച്ചിട്ട് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നോർമൽ വാട്ടറിൽ കഴുകിക്കളയാം കേട്ടോ. ഷാമ്പു ഉപയോഗിച്ച് കഴുകണമെന്നൊന്നുമില്ല, കാരണം ഉലുവയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് സ്മെല്ലൊന്നുമില്ല, അതുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല. വേറെ താളിയൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മുട്ടയൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ടല്ലോ, അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഷാമ്പു ഇട്ട് കഴുകേണ്ട വരുന്നത്. മുടിക്ക് അല്ലെങ്കിൽ ഒരു സ്മെല്ല് വരും. ഇതിപ്പോൾ നമുക്ക് മുടിക്ക് സ്മെല്ലൊന്നും വരത്തില്ല കേട്ടോ, ഉലുവ വെള്ളം ആയതുകൊണ്ട്. വെള്ളത്തിൽ കഴുകുമ്പോൾ തന്നെ ആ ഉലുവയുടെ ആ ഇതങ്ങ് പൊക്കോളും. അപ്പോൾ ഞാൻ ഈ മുകളിലോട്ട് നോക്കുന്നുണ്ട്, മോട്ടർ ഇട്ടിട്ടുണ്ട്. മോട്ടർ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മേത്ത് മൊത്തം വെള്ളം വീഴും. അപ്പോൾ അതാണ് കേട്ടോ പെട്ടെന്ന് നോക്കിയത്. ഇന്ന് പുറത്ത് വെച്ച് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ വീടിനകത്തൊക്കെ വീഴൂലേ, അതുകൊണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കഴുകിക്കളയാം. 20 മിനിറ്റ് വേണ്ട, 10 മിനിറ്റ്. ഇന്ന് തലയിൽ നീരൊക്കെ ഇറങ്ങുന്നവരുണ്ടെങ്കിൽ അതിന് മുമ്പ് കഴുകിക്കളഞ്ഞോ. എന്നാലും മാക്സിമം ഒരു 10 മിനിറ്റ് വെക്കണം കേട്ടോ. അപ്പോൾ അത്രയും ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ. കുഞ്ഞൊരു ഹെയർ ടിപ്പാണ്. അപ്പോൾ ഞാൻ പോയി കുളിക്കട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വെള്ളമൊക്കെ ഒഴുകി വരുന്നുണ്ട്, അപ്പോൾ ഞാൻ പോയി കുളിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.